എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1597 ദിവസത്തെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് നമ്മുടെ ആദരണീയനായ ഗായകൻ ജയചന്ദ്രനുള്ള ആദരാഞ്ജലി ഒരു ചടങ്ങാണ്, ഒരു പരിപാടിയാണ്. അതിലേക്കായിട്ട് ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് കുമാരി ദേവപാലെ ക്ഷണിക്കുന്നു. ദേവാലയുണ്ട്. കാരുണ്യം കൈവിളക്കായുള്ള ജ്യോതിസേ, നേരായ മാർഗം നീ കാട്ടേണമേ. തിരിയുന്നേ സത്തായും ചിത്തായും സർവതന്മാവായും സത്യത്തിൻ തത്വമേ നീരസിപ്പൂ. കാണായവയ്ക്കെല്ലാം പിന്നിൽ പൊരുളായി കാണപ്പെടാതെ ഇരിക്കുവോനേ. ഞാനൊരു മൺതരി മാത്രമാണെങ്കിലും ന്യൂനമാം അവിടുത്തെ സൃഷ്ടിയല്ലേ. കൈവല്യദാതാവേ കൈ തൊഴുന്നേ, കൈവല്യദാതാവേ കൈ തൊഴുന്നേ. നന്ദി കുമാരി ദേവപാല. നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ശ്രീ ആലപ്പി ഋഷികേശാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ധാരാളം അവാർഡുകൾ നേടിയിട്ടുള്ള പ്രതിഭാധനനായ സംഗീത സംവിധായകനാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു കലയാണ് നാടകം. ഇപ്പോഴും മോശമില്ലാതെ തന്നെ തുടരുന്നുണ്ട്. ഏതാണ്ട് 25 വർഷത്തിന് പുറത്തായിട്ട് 1300ഓളം നാടകങ്ങൾ, 2000-ന് മേലെ പാട്ടുകൾ ഉള്ള അനുഗ്രഹീത കലാകാരനായ ശ്രീ ആലപ്പി ഋഷികേശ് സാറിനെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. കേൾക്കാൻ കഴിയുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാം. ഓക്കെ. സംസാരിച്ചോളൂ, കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളായി ഈ ഗ്രൂപ്പിലൊന്ന് വന്നിട്ട് വരാൻ കഴിഞ്ഞില്ല, തിരക്കൊണ്ടാണ് വരാതിരുന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ പ്രിയ ഗായകൻ പി ജയചന്ദ്രന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. ഏറെ ദുഃഖത്തോടെയാണ് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുന്നത്. എനിക്ക് അദ്ദേഹവുമായി ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത് PTH വെച്ചാണ്. അപ്പോൾ ഹോട്ടലിൽ ചെന്ന് അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്ന് പുറത്തു നിന്നപ്പോൾ ദേഷ്യക്കാരനായിരുന്നു അദ്ദേഹം. ദേഷ്യക്കാരൻ പറഞ്ഞാല് നമ്മള് എന്താണ് അദ്ദേഹത്തോട് പറയേണ്ടത് എന്ന് നമ്മൾ ഓർത്ത് വിഷമിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നു. അദ്ദേഹത്തെ കാണാൻ ഞാൻ, എൻ്റെ അസിസ്റ്റന്റ്, ഒരു പാട്ടെഴുത്തുകാരൻ, 2 പ്രൊഡ്യൂസർമാരെല്ലായിട്ടും അവിടെ ചെന്നു കാണാൻ വേണ്ടി പുറത്തു നിന്നു. അതിലൊരാള്, അദ്ദേഹമായിട്ട് നേരിട്ട് പരിചയമുള്ള ഒരാൾ നേരത്തെ കയറി അദ്ദേഹമായിട്ട് ചെന്ന് കാണാനായിട്ട് ചെന്ന് നിൽക്കുന്നു. അദ്ദേഹം ബാത്റൂമിലാണ്. തിരിച്ചിറങ്ങി വന്നപ്പോൾ ഇദ്ദേഹം കാലും കയറ്റിയിരിക്കുന്ന അദ്ദേഹത്തിന് അങ്ങ് ഇഷ്ടമായില്ല. പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, എന്താ തൻ്റെ ജോലി എന്താണ്? ഞാൻ ഈ കാസറ്റ് കച്ചവടവും ഇതാണ്. തന്നെ കണ്ടറിയാം ഒരു കച്ചവടക്കാരനാണെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ചെയ്ത ഇന്ന പാട്ട് വളരെ ഹിറ്റായി, ആ ഹിറ്റാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാടുന്നത്. അപ്പൊ പെട്ടെന്നാണ് ദേഷ്യം വരുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടെ തലോടുകയും വളരെ കാര്യമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്ത ഞാൻ ആ സംഭവം ഓർത്തു പോവുകയാണ്. എന്തായാലും ഇവിടെ ഇങ്ങനെ ഇത് ഇന്നും തുടർന്ന് പോരുന്നു എന്ന് പറയുന്നത് തന്നെ ഭയങ്കര, എനിക്ക് ഡോക്ടർ ധനേഷിനോടാണ്, അദ്ദേഹം എന്നെ എപ്പോഴും വിളിക്കാറുണ്ട്. പക്ഷെ ഇതിപ്പോ എത്ര 1750 എത്ര 1597
1597 ദിവസം നിങ്ങൾ കൂടി എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ ജയചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള കാര്യം, രാജാവായി ജനിച്ച് രാജാവായി വളർന്ന് രാജാവായി മരിച്ച ഒരു മഹാമനുഷ്യൻ. ഈ സ്കൂൾ തലത്തിൽ പഠിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളിലും മത്സരിക്കുന്നിടത്തൊക്കെ തന്നെ പ്രൈസ് വാങ്ങുക. നമ്മുടെ ഇപ്പൊ ഇവിടെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട്. അതിനു വേണ്ടി രക്ഷകർത്താക്കൾ തമ്മിൽ അടിയും വഴക്കും. ആ കാലഘട്ടത്തിൽ അതൊന്നുമില്ല, മത്സരമാണ്. അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ പ്രധാന പ്രതിയോഗി എന്ന് പറയുന്നത് ദാസേട്ടനാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. യേശുദാസിനെ പോലെ ഒരു ഗായകനുമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പൊ ലളിതഗാനത്തിനും ശാസ്ത്രീയ സംഗീതത്തിനൊക്കെ അദ്ദേഹത്തിന് ഒരിക്കലും ഫസ്റ്റ് പ്രൈസിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. കാരണം ദാസേട്ടൻ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സെക്കൻഡ് പ്രൈസാണ്. പക്ഷെ അദ്ദേഹത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം വെറും ഒരു ഗായകൻ മാത്രമായിരുന്നില്ല. വലിയ രാജകുടുംബത്തിലാണ് ജനിച്ചെങ്കിലും മൃദംഗം വായിക്കുവാനും ചെണ്ടയിലൊക്കെ അതിവിദഗ്ധനായിരുന്നു അദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. വളരെ ഗംഭീരമായി ചെണ്ട വായിച്ചിട്ടുള്ള ആളാണ്. മൃദംഗം വായിച്ചിരുന്നു. അതുപോലെ ഞാൻ അദ്ദേഹത്തിന്റെ മകന്റെ പാട്ട് കേട്ടു. എറണാകുളത്ത് ഒരു ദിവസം അദ്ദേഹം മകളും വന്നു. പക്ഷെ മകളുടെ പാട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ലെങ്കിൽ മകൻ കറക്റ്റ് ജയേട്ടൻ പാടുന്ന പോലെയല്ല, ജയചന്ദ്രൻ പാടുന്ന അതേ ശബ്ദം തന്നെയാണ് മകനും കിട്ടിയിട്ടുള്ളത്. അതുപോലെ മലയാള സിനിമ, പക്ഷെ ഈ സ്കൂൾ തലങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ ദാസേട്ടനുമായി മത്സരിച്ചിട്ട് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു സിനിമാ പിന്നണി ഗായകന് ശേഷം അദ്ദേഹത്തിന്റെ സ്വന്തം കസേര വലിച്ചിട്ട് കാലും കയറ്റി ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം ഒട്ടും പുറകോട്ട് പോയിട്ടുണ്ട്, അങ്ങനെ ചിന്തിക്കേണ്ടി പോലും വന്നിട്ടില്ല. കാരണം അത്ര മനോഹരമായ പാട്ടുകൾ. അത് ഏത് പാട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഒരു പാടിയിട്ടുള്ള 95%, 95എന്നല്ല 99% പാട്ടും ഹിറ്റാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. ഏറ്റവും മനോഹരമായ പാട്ടുകൾ. എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ പാട്ടൊന്നും പാടിയിട്ടില്ല. അപ്പൊ അന്ന് പാട്ട് പാടാതെ ഇരിക്കുമ്പോൾ എന്നെ ഒരു അധ്യാപകൻ ഇങ്ങനെ കണ്ടുപിടിച്ചു, പാട്ട് പാടുന്ന ആളാണ്, തന്റെ പാട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പാട്ടുകാരനാകുമ്പോൾ ഞാൻ ആദ്യം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പാട്ടാണ് പാടുന്നത്. അത് സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികയ്ക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കന്യക്കെന്തിനു ആഭരണം. മറന്നുപോയി, പാട്ടൊക്കെ മറന്നുപോയി. പക്ഷെ എന്താണ് അദ്ദേഹം പാടി വെക്കുന്ന ഫീല്. മലയാളത്തിൽ ഇനി ഇങ്ങനെ ഒരു ഗായകൻ, ദാസേട്ടനുണ്ട്, ദാസേട്ടൻ പാടുമെങ്കിൽ പോലും ഇത്രയും അദ്ദേഹത്തിന് വെറുതെ ഒരു ഭാവഗായകൻ എന്ന് വെറുതെ ഒരു പേരുണ്ടായതല്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളതിൽ ഏകദേശം ഒരു 50% തന്നെ ഭക്തിഗാനങ്ങൾ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള അദ്ദേഹം തന്നെയാണ്. ദാസേട്ടൻ അത്രയും ഭക്തിഗാനങ്ങളൊന്നും പാടാൻ കഴിഞ്ഞിട്ടില്ല. ഭക്തിഗാനം പാടുമ്പോൾ ഇത്രയും ഭാവം ശ്രദ്ധിച്ചിരുന്ന മറ്റൊരു ഗായകൻ നമുക്കുണ്ടായിട്ടില്ല. ഒരുപാട് ഗായകരുണ്ട് ഇവിടെ. ഉണ്ണിമേനോൻ ഉണ്ടായിട്ടുണ്ട്, ബ്രഹ്മാനന്ദൻ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഒരുപാട് ഗായകർ വന്നു. പക്ഷെ ജയേട്ടൻ അപ്പുറത്ത് പാടാൻ, ഭാവം കൊണ്ട് പാടാൻ. അതുപോലെ ഞാൻ പലപ്പോഴും അർജുനൻ മാഷെ കാണാൻ ചെല്ലുമ്പോൾ പലപ്പോഴും അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് വലിയ രാജകുടുംബത്തിൽ ജനിച്ചതാണ്, വലിയ ആളാണ്, വലിയ ഗായകനാണ്. കേരളത്തിലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഗായകരിൽ ഒരാളായിട്ട് നിൽക്കുന്ന അദ്ദേഹം അർജുന മാഷ് അടുത്ത് വന്നാൽ അർജുന മാഷ് കസേലിരിക്കുമ്പോൾ ഇദ്ദേഹം നിലത്തേ ഇരിക്കാറുള്ളൂ. എനിക്ക് അത്ഭുതമാണ്. ഇവിടെ 1 or 2 പാട്ട് പാടിക്കഴിയുമ്പോൾ അപ്പൊ തന്നെ ഇവരുടെ രീതികളൊക്കെ മാറി, ഞാൻ വലിയ ഗായകനാണ്, ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഗായകനാണെന്ന് പറഞ്ഞ് എനിക്ക് കാണിക്കാത്ത അഹങ്കാരങ്ങളൊന്നുമില്ല. ഇത്രയും പാട്ടുകൾ പാടിയിട്ടുള്ള, എനിക്ക് തോന്നുന്നു തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം ഇതെല്ലാം കൂടെ ഏകദേശം ഒരു 15,000-ലധികം ഗാനങ്ങൾ പാടിയിട്ടുള്ളതാണ് ജയേട്ടൻ. അപ്പൊ അത്രയും പാട്ട് പാടിയിട്ടുള്ള ഈ ജയേട്ടൻ ഈ അർജുന മാഷ് അടുത്ത് വന്നാല് താഴത്തെ ഇരിക്കുള്ളൂ. കാലിൽ എനിക്ക് ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ
ഈ മടിയിൽ ഇങ്ങനെ കൈ വെച്ചിരുന്ന് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. അത്ര എളിമത്തോടെയാണ്. അതുപോലെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇദ്ദേഹം ശരിക്ക് ഒരു ചില സമയത്ത് ഈ എന്താ പറയുക രാജാവാവും. അപ്പൊ ഈ അടുത്ത കാലത്ത് ഈ മരിക്കുന്നതിന് ഈ അസുഖം ഉണ്ടാകുന്നതിന് കുറച്ചാൾ മുമ്പ് വരെ മീശ പിരിച്ചു വെച്ച്. അപ്പൊ അത് ഞാൻ ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത്, ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ രാജാവല്ലേ, എന്നിട്ട് രാജാവായിട്ട് എന്താ നടക്കാൻ ചോദിച്ചതിന് അതിനാണ് പുള്ളി മീശ വിരിച്ചു വെച്ചിട്ട് നടക്കുന്നത്. അങ്ങനെ വെറും പാവമായിരുന്നു. നല്ല മനുഷ്യൻ, നല്ല ഗായകൻ, ഭാവഗായകൻ. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് മനസ്സിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റാൻ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഏകദേശം ഒരു 10-20ഓളം പാട്ടേ അദ്ദേഹം പാടിയിട്ടുള്ളൂ. ആ 20 പാട്ടും അദ്ദേഹം ഹിറ്റാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ. റെക്കോർഡിങ്ങിനെത്തുമ്പോൾ പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിന്. സാധാരണഗതിയിൽ ഗായകർ വരുന്ന പോലെ നമ്മൾ ചെന്ന് അദ്ദേഹത്തെ ലോഡ്ജിൽ നിന്ന് കൊണ്ടുവരണം. അതുപോലെ ഫ്ലൈറ്റിൽ വരുന്നതിന് പ്രത്യേകം ടിക്കറ്റ് എടുത്തു കൊടുക്കണം. വന്നു കഴിഞ്ഞാൽ ഒരു 3 പാട്ട് പാടിക്കഴിഞ്ഞാൽ 4ാമത്തെ പാട്ട് ഉച്ചയ്ക്ക് ശേഷമേ പാടുള്ളൂ. 6 പാട്ട് പാടാനുണ്ടെങ്കിൽ രാവിലെ തൊട്ട് പാടിയിട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പാടിയിട്ട് അങ്ങനെ സമയമെടുത്ത് പാടുന്ന. അതുപോലെ മ്യൂസിക് ഡയറക്ടറായി എന്നെ അടുത്തിരുത്തി പാട്ട് പാടിച്ച് അത് പാട്ട് നന്നായിട്ട് പഠിച്ച്, പുള്ളി പാട്ട് പഠിച്ചിട്ടാണ് വരുന്നത് എങ്കിൽ പോലും നമ്മൾ ട്രാക്ക് അയച്ചു കൊടുത്തിട്ട് പാട്ട് പഠിച്ചിട്ട് വരുമെങ്കിലും നമ്മുടെ അടുത്തിരുന്ന ആ പാട്ട് നമ്മളോടൊപ്പം ഇരുന്ന് പാടി. അത് അങ്ങനെ അത് എന്തുകൊണ്ടും ഒരു ഹിറ്റ് മേക്കർ തന്നെ ആയിരുന്നു ജയേട്ടൻ. അപ്പോ അതുപോലെ ഇവിടെ ഗാനമേളകളിൽ എനിക്ക് തോന്നുന്നു ഈ അദ്ദേഹം എൻ്റെ ഒരു കാസറ്റ് പാടാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാനിങ്ങനെ ഒരു പാട്ട് കേൾപ്പിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ജാനകിയമ്മ എപ്പോഴാണ് വന്ന് പാടിയത്? അപ്പൊ ജാനകിയമ്മ അല്ല, സത്യത്തിൽ ദലീമ പാടിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ജാനകിയുടെ വോയിസ് ഉള്ള ഇവിടുത്തെ ഒരു പുതിയ ഗായിക പാടിയതാണ് ദലീമ എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഉടൻ തന്നെ എന്തോ ദലീമയുടെ ഭാഗ്യത്തിലാണ് ദലീമ അന്ന് അവിടെ വന്നു. അദ്ദേഹം അന്ന് തൊട്ട് ഏകദേശം ഇതാണ് ഈ ജനുവരി 14 ആണ് അവളെ ആദ്യമായി ഗാനമേളയ്ക്ക് ദലീമയെ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് രവീന്ദ്രൻ മാഷുമായിട്ട് പരിചയപ്പെടുന്നു. അങ്ങനെ ദലീമയുടെ ഒരു കളർ തന്നെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, അതും ജയേട്ടനാണ് അതിനൊക്കെ കാരണം. അത് അങ്ങനെയൊക്കെ അത്രയും പുതിയൊരു ഗായികയാണെന്ന് അത് നമ്മൾ പിന്നെ പാടിച്ച് നോക്കിയിട്ട് വെക്കുക, അതൊന്നുമില്ല. അപ്പൊ തന്നെ കൊണ്ടുപോകുന്നു, ഗാനമേളയ്ക്ക് പാടിക്കുന്നു, ഹിറ്റാക്കുന്നു, വലിയ ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. അങ്ങനെ ഈ സാധാരണക്കാർക്ക് പോലും അടുത്ത് പെരുമാറാൻ പറ്റിയിരുന്ന ഒരാളാണ് ജയേട്ടൻ. ഇപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, എന്തായാലും ഇവിടെ നിന്ന് ഒരുപാട് പേര് സംസാരിക്കാനുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ജയേട്ടനെ പോലെ ഒരു ഗായകൻ നമ്മൾ വിട്ടുപിരിഞ്ഞതിൽ അങ്ങേറ്റം ദുഃഖമുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുക. ഇന്നിവിടെ അനുസ്മരണ സമ്മേളനം. അപ്പൊ അനുസ്മരിക്കാൻ ഒരുപാട് പേര്, അവര് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അവർ പറയേണ്ടതായിരിക്കും ഞാൻ എടുത്ത് പറഞ്ഞു പോകുന്നു. അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ഏവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാർ. അങ്ങയുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു. നമുക്കൊരു പുതിയ അനുഭവമായിരുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ചെണ്ട 18 വാദ്യവും ചെണ്ടയ്ക്ക് കീഴേന്നൊരു ഒരു ചൊല്ല് തന്നെയുണ്ട്. അതുകൊണ്ടായിരിക്കും ജയചന്ദ്രൻ ഒരു പക്ഷേ ഇത്രയും മികച്ചൊരു ഗായകനായിട്ട് മാറിയത്. മലയാളിയുടെ ഒരു ഭാഗ്യം തന്നെയാണ്. നമുക്ക് അടുത്തതായിട്ട് ഈ അനുസ്മരണം അനുസ്മരിക്കാനായിട്ട് പ്രൊഫസർ TS ശശിധരൻ സാറിനെ ക്ഷണിക്കുന്നു. റിട്ടയർഡ് പ്രൊഫസറാണ്, ഗവൺമെന്റ് കോളേജ് ചിറ്റൂർ. ദിനേശ് ഡോക്ടർ ആദ്യം വന്നിട്ടുണ്ടോ ശശിധരൻ സാറ്? ജോയിൻ ചെയ്തിട്ടില്ല, ചെയ്യാന്നാ പറഞ്ഞത്. ഓക്കെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അതാണല്ലോ പ്രധാനം. നമുക്ക് നമ്മുടെ പ്രമുഖ എന്തോ ദേവിക എത്തിയിട്ടുണ്ട്. ഇല്ല, അബ്ദുൽ ഗഫൂർ സാറിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും മുതിർന്ന ആളിൽ നിന്ന് തുടങ്ങാം. മുൻ DMOയും നല്ലൊരു കലാകാരനും കൂടി അബ്ദുൽ ഗഫൂർ സാറിനെ ക്ഷണിക്കുകയാണ്. ഗഫൂർ സാറേ, അൺമ്യൂട്ട് ചെയ്യ് സാറേ. അൺമ്യൂട്ട് ചെയ്യണേ സാറേ. കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ഇപ്പൊ കേൾക്കാലോ? കേൾക്കാം സാർ, കേൾക്കാം. കാണുകയും ചെയ്യാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്നിങ്ങനെ ഒത്തുകൂടാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. നമ്മള് ഇപ്പൊ ജയചന്ദ്രൻ സാറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ കേട്ട് മനസ്സിലാക്കി. അദ്ദേഹം 1970-ലാണ് ഈ ഗാന രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ പാട്ടുകളൊക്കെ നമുക്കറിയാം. അദ്ദേഹം അധികമാരും കേട്ടിട്ടില്ലാത്തൊരു പാട്ട് ഞാൻ പാടാം. അത്
ഔസേപ്പച്ചൻ സംഗീതം നൽകിയാണ് ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ചങ്ങാതിപ്പൂച്ച എന്ന ചിത്രത്തിന് വേണ്ടി പാടിയതാണ്. ഞാന് ഹലോ, ഇതിലൊന്ന് പാടി നോക്കാം. ശരിയാവുന്നില്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പാടാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, ചെറിയ എക്കോ ഉണ്ട്, എന്നാലും പാടാം സാർ. ഇപ്പോഴോ? കേൾക്കാം സാർ, കേൾക്കാം. ഇപ്പൊ എക്കോ അധികം ഇല്ലല്ലോ. കുഴപ്പമില്ല സാർ, പാടേ. പാടിയിട്ട് കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ഇത് മാറ്റി പാടാട്ടാ. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. ശരണാർത്ഥിക്കും കണ്ണിലെന്താണ് കാവൽ നിൽപ്പാണോ? സാറേ കേൾക്കുന്നില്ല, ക്ലിയർ ഇല്ല. പറയും. നേരിട്ട് പാടുന്നതാവും നല്ലത്. ശരി ശരി. ഇപ്പൊ ഓക്കെ. അപ്പൊ വിത്തൗട്ട് ഇത് ശരറാന്തൽ മിന്നി നിൽക്കും കണ്ണിലെന്താണ്, ഒരു കോടി കുഞ്ഞു കിനാക്കൾ കാവൽ നിൽപ്പാണോ. ശരറാന്തൽ മിന്നി നിൽക്കും കണ്ണിലെന്താണ്, ഒരു കോടി കുഞ്ഞു കിനാക്കൾ കാവൽ നിൽപ്പാണോ. തളിരോലത്തുമ്പിന്മേൽ കിളിവാലൻ കുറുകുന്നേ, കൽക്കണ്ടക്കുന്നും മേലൊരു കാണാ കല്യാണം. ശരറാന്തൽ മിന്നി നിൽക്കും കണ്ണിലെന്താണ്, ഒരു കോടി കുഞ്ഞു കിനാക്കൾ കാവൽ നിൽപ്പാണോ. നാട്ടുമാഞ്ചോട്ടിൽ വെയിൽ വന്നു ഞലിട്ടപ്പോൾ, പട്ടുപാവാടയ്ക്കു തൊങ്ങൽ കാറ്റു തുന്നുമ്പോൾ, ആരറിഞ്ഞു നാളെ നീയൻ താലി നൂലിന്മേൽ ആലിലേക്കും മേലെ മിന്നും മിന്നലാണെന്ന്. നറുവെണ്ണ പോലെ നീ ഉരുകുന്നതെന്തിനൻ, മനസ്സിന്റെ നനവാർന്നൊരിലച്ചീന്തിൽ നീ. ശരറാന്തൽ മിന്നി നിൽക്കും കണ്ണിലെന്താണ്, ഒരു കോടി കുഞ്ഞു കിനാക്കൾ കാവൽ നിൽപ്പാണോ. കൈവളയ്ക്കും കാൽ തളയ്ക്കും പൊന്നുരുക്കേണ്ടേ, കൈതയോലപ്പായ നെയ്യാൻ പൂങ്കുയിൽ വേണ്ടേ. മാമഴപ്പൂം തുളുമ്പി തുള്ളും രാവരാമ്പിന്മേൽ ഊനിലാവിൻ വെൺപുതപ്പിൽ ചേർന്നുറങ്ങേണ്ടേ. കതിർവരി വണ്ടുകൾ തിരിവെച്ച താരകൾ കനവിന്റെ ഇടനാഴി നിഴലാക്കവേ. ശരറാന്തൽ മിന്നി നിൽക്കും കണ്ണിലെന്താണ്, ഒരു കോടി കുഞ്ഞു കിനാക്കൾ കാവൽ നിൽപ്പാണോ. തളിരോലത്തുമ്പിന്മേൽ കിളിവാലൻ കുറുകുന്നേ, കൽക്കണ്ടക്കുന്നും മേലൊരു കാണാ കല്യാണം. അപ്പൊ ഈ പാട്ട് സാധാരണ നമ്മള് ചന്ദനത്തിൽ, അതുപോലെ ഹർഷബാഷ്പം തൂകി, ഇങ്ങനെയുള്ള പാട്ടുകളാണ് എല്ലാവരും പാടാറ്. ഈ പാട്ട് അധികം ആരും കേൾക്കാത്തതാണ്, അധികം ആരും പാടാത്തത്. അതെ, അധികം കേൾക്കാത്ത പാട്ട് പാടിയത് നന്ദി. നമുക്ക് ശശിധരൻ സാറിന് ക്ഷണിക്കാം. സാറെ അൺമ്യൂട്ട് ചെയ്യാമോ? ശശിധരൻ സാറെ അൺമ്യൂട്ട് ചെയ്യൂ. സാറേ അൺമ്യൂട്ട് ചെയ്യൂ. കേൾക്കാം സാറേ. അനുസ്മരണം സാറേ. എന്തൊക്കെയോ അഡ്മിന് കിട്ടേണ്ടെന്ന് അതൊക്കെ എനിക്ക് വരുന്നോണ്ടിരിക്കുന്നു. അത് പോയി. കുഴപ്പമില്ല. അയ്യോ സാർ. ഓക്കെ. അപ്പൊ എന്റെ തെറ്റേണാണോ? അതെ സാർ. ഓ, അപ്പോ പറയാമല്ലോ, പാടാമല്ലോ. തീർച്ചയായും.
ആ എന്തായാലും ഞാൻ അല്പം ലേറ്റ് ആയിട്ടാണ് കയറിയത്. സൂം ഡൗൺലോഡ് ചെയ്തിരുന്നില്ല. ഓക്കെ, എന്തായാലും സാധാരണ പോലെ തന്നെ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയതിന് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ജയചന്ദ്രൻ എന്ന് പറയുന്ന മഹാഗായകന്റെ സിനിമാ രംഗ പ്രവേശനം അറിയാമല്ലോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണ്. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനും കൂടൊന്ന് പാടാനും അവസരം ഉണ്ടായി. പക്ഷെ എനിക്ക് മാത്രമായിട്ട് ലൈൻസ് ഒന്നും കിട്ടിയില്ല. അതൊരു ദുഃഖകരമായ സംഭവമാണ്. അതില് പാട്ട് ഇതാണ്. മംഗലാകാവിലെ മായാ ഗൗരിക്ക് തിങ്കളാഴ്ച തിരുനൊയമ്പ്, തിങ്കളാഴ്ച തിരുനൊയമ്പ്. അത് ഞാനും ജയചന്ദ്രനും കവിയൂർ മരിച്ചു അവരും ഞങ്ങൾ 3 പേരും കൂടി ചേർന്നൊരു പാടി. പക്ഷെ ഏത് പടമൊന്നും ഓർക്കുന്നില്ല, എത്രയോ വർഷങ്ങളായി. എന്തായാലും അദ്ദേഹം യേശുദാസിന് ശേഷം ഭാവഗായകൻ എന്ന രീതിയിൽ ദേവരാജൻ മാഷ് അദ്ദേഹത്തിന് ഒരു പട്ടമൊക്കെ നൽകി. എന്തായാലും നമ്മുടെ മലയാള സിനിമ ഉള്ള കാലത്തോളം അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല. യേശുദാസ് കഴിഞ്ഞാൽ പിന്നെ ആരും ചോദിക്കുന്ന ഒരു ഉത്തരം അദ്ദേഹമായിരുന്നു, ജയചന്ദ്രൻ എന്നുള്ളത്. ഒരുപാട് ഗാനങ്ങൾ, 100 കണക്കിന് ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ചന്ദനത്തിൽ കടഞ്ഞ് അത് ഡോക്ടർ ഗഫൂർ പറഞ്ഞ പോലെ അദ്ദേഹം ആരും കേൾക്കും. ഞാൻ ഇതുവരെ ആ പാട്ട് കേട്ടിരുന്നു. അതും വളരെ സന്തോഷം. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അനുരാഗ ഗാനം പോലെ മലയാള ഭാഷത്തിൽ പിന്നെ ഒരു ഒന്നിന് ശ്രുതി ചേർത്ത് പാടും എന്ന് പറയുന്ന ഒരു ലളിതഗാനം ദൂരദർശന് വേണ്ടി പാടിയിട്ടുണ്ട്. പിന്നെ പൂവും പ്രസാദവും മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയാണ് അദ്ദേഹത്തിന് ആദ്യത്തെ ഓപ്പണിങ്. അത് അദ്ദേഹത്തിന് ദേവരാജ മാഷ് കൊടുക്കുമ്പോൾ പാടുന്ന സമയത്തൊക്കെ പിന്നെ സിനിമയ്ക്ക് നീ പാടാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിന് കൊടുത്തതെങ്കിലും അത് ക്ലിക്കായി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു കാലത്ത് പോയേ കഴിയുള്ളൂ എന്ന് നമുക്ക് സമാധാനിക്കാം. അപ്പൊ ഞാനൊന്ന് അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പാടുന്നത് പൂവും പ്രസാദം എന്ന് പറഞ്ഞൊരു പാട്ട്. അത് വളരെ ഫേമസ് ആണ്. തോക്കുകൾ കഥ പറയുന്നു എന്ന് പറഞ്ഞ ഒരു പടത്തിലെ പാട്ടാണ്. ഓ ഓ പൂവും പ്രസാദവും ഇളനീർക്കുടവുമായി കാവിൽ തൊഴുതു വരുന്നവളെ, താമരവളയ കൈവിരലാലൊരു കൂവളത്തിലയെന്നെ ചൂടിക്കൂ. പൂവും പ്രസാദവും ഇളനീർക്കുടവുമായി കാവിൽ തൊഴുതു വരുന്നവളെ, താമരവളയ കൈവിരലാലൊരു കൂവളത്തിലയെന്നെ ചൂടിക്കൂ. അർദ്ധനാരീശ്വര പ്രതിമതൻ മുന്നിൽ അഞ്ജലി കൂപ്പി നീ നിൽക്കുമ്പോൾ, അർദ്ധനാരീശ്വര പ്രകൃതിന് മുന്നിൽ അഞ്ജലി കൂപ്പി നീ നിൽക്കുമ്പോൾ, മനസ്സ് തുടിച്ചത് ഭക്തി കൊണ്ടോ മറ്റൊരു മധുരിക്കും ഓർമ്മ കണ്ടോ, പറയൂ കളമൊഴി നീ. പൂവും പ്രസാദവും ഇളനീർക്കുടവുമായി കാവിൽ തൊഴുതു വരുന്നവളെ, താമരവളയ കൈവിരലാലൊരു കൂവളത്തിലയെന്നെ ചൂടിക്കൂ. മുറ്റത്തു
മുറ്റത്തു മുട്ടുന്ന മുടിയഴിച്ചിട്ടു നീ ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ, മുറ്റത്തു മുട്ടുന്ന മുടിയഴിച്ചിട്ടു നീ ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ, ചുണ്ടിലിരുന്നത് മന്ത്രങ്ങളോ സുന്ദര ശൃംഗാര ശ്ലോകങ്ങളോ, പറയൂ കളമൊഴി നീ. പൂം പ്രസാദവും ഇളനീർക്കുടവുമായി കാവിൽ തൊഴുതു വരുന്നവളെ, താമരവളയ കൈവിരലാലൊരു കൂവളത്തിലയിൽ ചൂടിക്കൂ. ഓ ഓ ഒത്തിരി നന്ദിയുണ്ട്. അദ്ദേഹത്തിന് ഒന്നുകൂടി ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. താങ്ക് യു ഫോർ ആൾ. വളരെ നന്നായിട്ടുണ്ട് സാർ. ആ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചതിന്റെ അതിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെ കടന്നു പോയെന്ന് ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും. വളരെ സുന്ദരമായ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും അതൊരു സുഖം തന്നെയാണ്. ഞാൻ സംഗീത കോളേജിൽ പോയിട്ടുണ്ട്, പക്ഷെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അത് ശരി. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൽ വെറുതെ കാണാൻ പോയി. ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആൾ കൂടിയാണ്. നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ദേവിക. ഓക്കെ താങ്ക് യു. ദേവിക സുരേഷ്. ഹലോ സാർ, നമസ്കാരം. കേൾക്കാം. കേൾക്കാമോ? ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് ജയചന്ദ്രൻ മാഷിന്റെ ഗ്രാമഫോൺ എന്ന് പറയുന്ന ഒരു മൂവിയിലെ വിദ്യാസാഗർ സാറാണ് എന്റെ സംഗീതം. ഗിരീഷ് പുത്തഞ്ചേരി സാറാണ് എന്റെ വരികൾ എഴുതിയേക്കുന്നത്. അതിന്റെ കുറച്ച് വരികൾ പാടാം. എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. മണിവള തിളങ്ങണ കയ്യാല് വിരലിട്ട് വിളിക്കണതാരാണ്, മണിവള തിളങ്ങണ കയ്യാല് വിരലിട്ട് വിളിക്കണതാരാണ്. മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്, മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണോ. വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ, ഓ കളിയാടിപ്പാടാൻ നിറമായി, കളിയാടിപ്പാടാൻ നിറമായി. താങ്ക് യു. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഡോക്ടർ സുനിൽകുമാറിലേക്ക് ഒരു മനോഹര ഗാനവുമായി ഡോക്ടർ സുനിൽകുമാർ. അൺമ്യൂട്ട് ചെയ്യാം. കേൾക്കാം. കേൾക്കാം. CID നസീർ നേതൃത്വത്തില് ശ്രീകുമാരൻ തമ്പി എഴുതി അർജുനൻ മാസ്റ്റർ സംഗീതം നൽകിയ ഒരു പാട്ടാണ് നിൻമണിയറയിലെ ശ്രീകുമാരൻ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി
എന്നുമെ വിരിമാറിൽ പടരുമല്ലോ നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെ വിരിമാറിൽ പടരുമല്ലോ പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ ശൃംഗാരമധുരം നിൻജാതപാനപാത്രം എന്നുമെന്നധരത്തോടടുക്കുമല്ലോ നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മനമൂറും നിന്ദേഹ മലർവല്ലി എന്നുമൻ വിരിമാറിൽ പടരുമല്ലോ ഇന്ദുവദനി നിന്റെ നീരാട്ടു കടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിളർന്നുവെങ്കിൽ ഇന്ദ്രനീലാപതുകും നിന്മലർമേയുമായി സുന്ദരിയങ്ങനെ ഞാൻ ഇണങ്ങുമല്ലോ നിന്മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമൻ വിരിമാറിൽ പടരുമല്ലോ. താങ്ക് യു. സുന്ദരമായിരുന്നു, വളരെ ഭംഗിയായിരുന്നു, വളരെ മണമുള്ള പാട്ട് തന്നെയായിരുന്നു. കാലമാണെല്ലാം തീരുമാനിക്കുന്ന ഷേക്സ്പിയർ പറയാം. നമുക്കറിയാം, പ്രതിഭാധനരായ എഴുത്തുകാർ, അത് ഇഷ്ടപ്പെടുന്ന ധാരാളം ജനങ്ങൾ, പാടാൻ പറ്റിയ കലാകാരന്മാർ, പൈസ മുടക്കാൻ തയ്യാറായുള്ള നിർമ്മാതാക്കൾ, എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു കാലഘട്ടമായിരുന്നു, സുവർണ കാലഘട്ടമായിരുന്നു പറയേണ്ടി വരും. വളരെ ഭംഗിയായിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു ആദരണീയനായ കലാകാരന്റെ മകൾ നമ്മുടെ ഇതിലുണ്ട്. ശ്രീമതി ആതിര ബഹുമാനത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചില ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മാസ്ക് വെച്ചിരിക്കുകയാണ്, അതാണ്. നമ്മൾ റേഡിയോയിൽ കേട്ടെന്ന് വിശ്വസിച്ചോളാം, കുഴപ്പമില്ല. ഓക്കെ, ജയചന്ദ്രൻ സാറിൻ്റെ പാട്ട് പറയേണ്ട കാര്യമില്ല. ഇപ്പോഴും ഒരു യൂത്ത്ഫുൾ സൗണ്ടുള്ള ഒരു ചെറിയ, ഇപ്പോഴത്തെ ജനറേഷന് പോലും സൗണ്ട് യോജിക്കുന്ന നല്ലൊരു സൗണ്ടിൻ്റെ ഉടമയായ ആൾ ആണ്. സോ എല്ലാവരുടെയും ഫേവററ്റാണ്, എൻ്റെ പേഴ്സണൽ ഫേവററ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗം നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മലയാളം പാട്ടല്ല, അധികം പാട്ടറിയില്ല. അപ്പം തമിഴ് ഒരു സോങ് ഇളയരാജ സാറ് സംഗീതം ചെയ്തൊരു പാട്ടാണ് പാടാൻ പോണത്. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ. തത്തിത്തവഴും തങ്കത്തിമിഴേ, പൊങ്കിപ്പെരുകും സംഗത്തമിഴേ, മുത്തം തരനിത്തം വരും നക്ഷத்திரம். யாரோடு இங்கு எனக்கு என்ன பேச்சு, நீதானே கண்ணே நான் வாங்கும் மூச்சு. வாழ்ந்தாக வேண்டும் மாவா கண்ணே, ராசாத்தி உன்ன காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு, விளக்கேத்தியாச்சு, பொன்னானே உன்ன
தேடுது ராசாத்தி உன்ன காணாத நெஞ்சு காத்தாடி போலாடுது காத்தாடி போலாடுது കാത്താടി പോലാടുത്. താങ്ക് യു ഓൾ. വളരെ ഉചിതമായി, കാരണം ഇന്ന് പൊങ്കലാണല്ലോ, അപ്പൊ തമിഴിലൊരു പാട്ട് കൂടി കേൾക്കുമ്പോൾ വളരെ സന്തോഷമായി. വളരെ ഭംഗിയായിട്ട് തന്നെ പാടി ഒരു പ്രശസ്ത കലാകാരന്റെ മകളെ വേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു, ആ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു, അങ്ങനെ അദ്ദേഹത്തോടുള്ള കടപ്പാട് സർവോപരി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നൊരു കൃതാർത്ഥത കൂടിയുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഡോക്ടർ വിജയകുമാറിനെ ക്ഷണിക്കാം. ഡോക്ടർ വിജയകുമാർ ഉണ്ടോ? ഉണ്ടല്ലോ. വിജയകുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. ഓക്കെ. ജിതേന്ദ്ര സാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം എനിക്ക് തോന്നുന്നു ഈ എൻ്റെ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് തോന്നുന്നു പല പാട്ടുകളും യേശുദാസിന്റെ പാട്ടിനേക്കാളും മേലെ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളായിരുന്നു. ഈ മഞ്ഞിൽ മുങ്ങി തോർത്തി പോലെയുള്ള പാട്ടുകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത പാട്ടിലാണ്. ഞാനൊരു അദ്ദേഹത്തിന്റെ ഭക്തിഗാനങ്ങളുടെ ആൽബത്തിൽ നിന്നുള്ള ഒരു പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം എന്നൊരു പാട്ട്. അത് എസ് രമേശൻ നായർ എഴുതിയിട്ട് കേശവൻ നമ്പൂതിരി സംഗീത സംവിധാനം ചെയ്തൊരു പാട്ടാണ്. ഞാനത് നിങ്ങൾക്കായിട്ട് പാടാം. ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടത്തെ ശംഖമാണെന്റെ കണ്ഠം കാളിന്തി പോലെ ജനപ്രവാഹം ഇത് കാൽക്കലേക്കോ വാഗചാർത്തിലേക്കോ ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടത്തെ ശംഖമാണെന്റെ കണ്ഠം കാളിന്തി പോലെ ജനപ്രവാഹം ഇത് കാൽക്കലേക്കോ വാഗചാർത്തിലേക്കോ പൂന്താനപ്പാലയിലെ പനിനീരു ചുരക്കും പുണ്യതീർത്ഥത്തിൽ മുങ്ങി കുടമണിയാട്ടുന്നോരെന്റെ മനസ്സോട കുഴലായി തീർന്നുവല്ലോ പൊന്നോട കുഴലായി തീർന്നുവല്ലോ ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടത്തെ ശംഖമാണെന്റെ കണ്ഠം കാളിന്തി പോലെ ജനപ്രവാഹം ഇത് കാൽക്കലേക്കോ വാഗചാർത്തിലേക്കോ നാരായണീയത്തിൻ ദശകങ്ങൾ താണ്ടി നാമജപങ്ങളിൽ തങ്ങി നാരായണീയത്തിൻ ദശകങ്ങൾ താണ്ടി നാമജപങ്ങളിൽ തങ്ങി സന്താന ഗോപാലം ആടുമി ബ്രാഹ്മണ സങ്കടം തീർക്കണമേ ജീവിത മൺകുടം കാക്കണമേ ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടത്തെ ശംഖമാണെന്റെ കണ്ഠം കാളിന്തി പോലെ ജനപ്രവാഹം ഇത് കാൽക്കലേക്കോ വാഗചാർത്തിലേക്കോ. താങ്ക് യു. അതിമനോഹരമായിരുന്നു. യഥാർത്ഥത്തില് ഈ പാട്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് ഈശ്വര പ്രാർത്ഥനയായിട്ട് വെക്കണമെന്ന് എന്റെ മനസ്സിലുണ്ടെന്ന്. പക്ഷെ അടുത്ത ദിവസത്തെ പരിപാടിയെ കുറിച്ചുള്ള ആലോചന ഇത് വിട്ടുപോയതാണ്. വളരെ നന്ദി ഡോക്ടറെ പാടിയതിന്. നമുക്ക് ചന്ദ്രമോഹൻ ഡോക്ടറിലേക്ക് പോകാം. ചന്ദ്രമോഹൻ ഡോക്ടറെ, അത് കഴിഞ്ഞ് ഗഫൂർ സാറിലേക്ക് വരുന്നതാണ്. ചന്ദ്രമോഹൻ ഡോക്ടറെ.
കേൾക്കാമോ ഡോക്ടറെ? കേൾക്കാം. 2 വാക്ക് സംസാരിച്ചിട്ട് പാടിയാൽ മതിയോ? തീർച്ചയായിട്ടും. ആരുടെയും ഹൃദയം കവരുന്ന ആലാപന ശൈലി, ശബ്ദമാധുര്യം ഒക്കെയുള്ള ഭാവഗായകൻ. വിവിധ ഭാഷകളിലുള്ള അദ്ദേഹത്തിന്റെ ഭാവതീവ്രമായ ആലാപനം വരും തലമുറകളുടെയും ഹൃദയങ്ങളെ സ്പർശിക്കും. വൈവിധ്യമാർന്ന വികാരങ്ങൾ പകരുന്ന ഇതിഹാസ ശബ്ദത്താൽ അനുഗ്രഹീതനായിരുന്നു അദ്ദേഹം. വിവിധ ഭാഷകളിലായി ഏതാണ്ട് 16,000-ഓളം പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. മലയാളത്തിന്റെ ഭാവഗായകൻ ഉറക്കമായി. ഉണരാത്ത ഉറക്കത്തിലേക്ക് ഒരുപാട് പാട്ടുകൾ മലയാളികൾക്കും മറ്റുള്ളവർക്കും നൽകിക്കൊണ്ട് കാലത്തിന്റെ യവനികൾക്കുള്ളിൽ പോയമറിഞ്ഞ പ്രിയ പാട്ടുകാരന്, ഭാവഗായകന് ആദരാഞ്ജലികൾ. പണിതീരാത്ത വീട് എന്ന പടത്തില് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയിയാം ഉഷസിന് വെളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അഞ്ചന കല്ലുകൾ മിനുക്കി അടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി. അഞ്ചന കല്ലുകൾ മിനുക്കി അടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ, മന്ദിരമേ, മന്ദിരമേ. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ, നിന്റെ 4 കെട്ടിന്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിച്ചോട്ടെ. ആഹാഹാ ഓഹോഹോ ആഹാഹാ. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയിയാം ഉഷസിന് വെളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. 1000 താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി. 1000 താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി. വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങിയ വനസരോവരമേ, സരോവരമേ, സരോവരമേ. വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങിയ വനസരോവരമേ, നിന്റെ നീലവാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ. ആഹാഹാ ഓഹോഹോ ആഹാഹാ. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയിയാം ഉഷസിന് വെളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. താങ്ക് യു. സുന്ദരമായിട്ടുണ്ട്. ശരിക്കും ആ സിനിമയിലെ രംഗം കണ്ടവരാരും ഇത് മറക്കില്ല. അത്ര നന്നായിട്ട് അത് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗംഗയായി അബ്ദുൽ ഗഫൂർ സാറെ സംസാരിക്കാം, പാടാമോ? നെറ്റ് ചെറിയ പ്രശ്നമുണ്ട്. അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? സാർ മ്യൂട്ട് ആണ് സാർ, അൺമ്യൂട്ട് ചെയ്യണേ സാർ, അൺമ്യൂട്ട് ചെയ്യണേ. ഇപ്പൊ കേൾക്കാലോ? കേൾക്കാം. അത് നിങ്ങൾ തന്നെ മ്യൂട്ട് ചെയ്തതാണല്ലോ. ഓക്കെ, ഞാൻ അറിഞ്ഞില്ല. അപ്പം 1970-ലാണ് ജയേന്ദ്രൻ സാറ് സിനിമാ രംഗത്തേക്ക് വരുന്നത്. അതൊരു അന്നേരം ദേവരാജൻ മാഷ് കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹം പ്രേം നസീറിന് വേണ്ടി യേശുദാസിനെ കൊണ്ടാണ് പാട്ട് പാടിച്ചിരുന്നത്. പക്ഷേ എങ്കിലും ഇദ്ദേഹത്തിന്റെ ഈ
പ്രത്യേകത, ഒന്ന് ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത, രണ്ട് ഭാവം. ഈ രണ്ട് കാരണങ്ങൾ വെച്ചിട്ട് അദ്ദേഹം കുറെ പാട്ടുകൾ ദേവരാജ മാഷിനെ ഇദ്ദേഹത്തിന് കൊടുത്തു. അതിനുശേഷം പിന്നെ 80-ൽ ജോൺസൺ മാഷ് ജയേന്ദ്രൻ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു ദേവരാജ മാഷിന്. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാല് ജോൺസൺ മാഷിന്റെ 30 വർഷത്തെ കരിയറിൽ ആകെ 2-3 പാട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അങ്ങനെ ഒരു 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 ചതി പോലെ അവിടെ സംഭവിച്ചു. അതിനുശേഷം 90-2000 കാലഘട്ടം എന്ന് പറഞ്ഞാൽ MG ശ്രീകുമാറിന്റെ കാലഘട്ടമായിരുന്നു. അതിനുശേഷം 2000 തൊട്ട് ഈ 2021 അസുഖം ബാധിക്കുന്നത് വരെ ജയചന്ദ്രന്റെ കാലഘട്ടം തന്നെയായിരുന്നു. അപ്പോ അതാണ് അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം. ഞാന് നേരത്തെ പാടിയ പോലെ തന്നെ മറ്റൊരു പാട്ട് നിങ്ങൾ ഒരുപക്ഷെ അധികം കേട്ടിട്ടില്ലാത്ത പാവ എന്ന ചിത്രത്തിന് വേണ്ടി സന്തോഷ് വർമ്മ രചിച്ച ആനന്ദ് മധുസൂദനൻ സംഗീതം നൽകി ജയേന്ദ്രൻ പാടിയതാണ്. അവർക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പാട്ട് പാടാൻ. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം, പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്, അന്നാ വഴിവരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്, അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. അറിയാതെ കഥ നാട്ടിലാരുമേ അറിയാതെ, കാറ്റുപോലും അറിയാതെ, അവൾ പോലും അറിയാതെ, മണിമാളിക തേടിക്കേറിയതെന്ത് കൊതിച്ചാണ്, അവളെ കാണണം ഒരു കുറി കാണണമെന്നൊരു തോന്നൽ കൊണ്ടാണ്, അവൾ ആരുടെ പെണ്ണാണ്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം. പറയാതെ ഒരു വാക്ക് പോലുമേ പറയാതെ, അകലങ്ങൾ മായാതെ, ഇഷ്ടങ്ങൾ പകരാതെ, അവളെങ്ങോ മാഞ്ഞതിനിങ്ങനെ പേർചേതന എന്താണ്, ആ പുണ്യ മനസ്സിലൊളിച്ചു കിടന്നത് ആരുടെ പേരാണ്, അതിനുത്തരം എന്താണ്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്, അന്നാ വഴിവരവിന് കാരണം അവളൊരു കരിനീല കണ്ണ്, അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം. വളരെ ഭംഗിയായിട്ടുണ്ട്. സാറ് പ്രായത്തിൽ ഒരുപാട് താഴോട്ടിറങ്ങി വന്നു എന്ന് മനസ്സിലായ പാട്ട് കേട്ടപ്പോൾ. സുനിലെ അടുത്ത പാട്ട് പാടാം. ഡോക്ടർ സുനിൽകുമാർ. എങ്ങനെ പ്രായത്തിൽ ഒരുപാട് താഴോട്ട് വന്നു, ഒരു 18കാരിലേക്ക് സാർ എത്തിയെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഞാന് നമ്മുടെ ബ്രഹ്മാനന്ദ മാഷിന്റെ നാട്ടിൽ നിന്നാണ് പാട്ട് പാടുന്നത്. ഞാൻ വക്കത്തു നിന്നാണ്. അതെ, ബ്രഹ്മാനന്ദ മാഷിന്റെ മകന്റെ ഗാനമേള ഇന്നലെ ഉണ്ടായിരുന്നു. ഞാൻ രാകേഷ് ബ്രഹ്മാനന്ദൻ, അത് ഞാൻ പോയി കേട്ടിരുന്നു. ഞാൻ കളിത്തോഴൻ എന്ന ചിത്രത്തിന് വേണ്ടി ദേവരാജൻ മാഷ് വരികൾ എഴുതി, ഭാസ്കരൻ മാഷ് ഭാസ്കരൻ മാഷ് വരികൾ എഴുതി, ദേവരാജൻ മാഷ് സംഗീതം നൽകിയ ഒരു പാട്ടാണ് മഞ്ഞലയും മുങ്ങിത്തോട്ട് എന്ന് തുടങ്ങുന്നത്. മഞ്ഞലയിൽ മുങ്ങിത്തോട്ടി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോട്ടി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ,
നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി ചകോരി ചകോരി. കന്നിഹാരം പൂത്തു തളുത്തു കൽപ്പനകൾ കാലമെടുത്തു. കന്നിഹാരം പൂത്തു തളുത്തു കൽപ്പനകൾ കാലമെടുത്തു. കൺമണിയെ കണ്ടില്ലല്ലോ എന്റെ സഖി വന്നില്ലല്ലോ. കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങി തൂത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി ചകോരി ചകോരി. കഥ മുഴുവൻ തീരും മുൻപേ യവനിക വീഴും മുൻപേ. കഥ മുഴുവൻ തീരും മുൻപേ യവനിക വീഴും മുൻപേ. കവിളത്തു കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ നടന്നുവല്ലോ അവൾ നടന്നുവല്ലോ. മഞ്ഞലയിൽ മുങ്ങി തോട്ടി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി ചകോരി ചകോരി. താങ്ക് യു. നന്നായിട്ടുണ്ട്. നമ്മൾ ഈ തരുണത്തില് ഈ പാട്ട് എഴുതിയവരെയും അതുപോലെ ഇവരെയൊക്കെ മികച്ച സംഗീത ഇവരെ പാട്ടുകാരാക്കി മാറ്റിയ പ്രതിഭാതന്തായ സംഗീത സംവിധായകരെയൊക്കെ ഓർക്കേണ്ടതുണ്ട്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുല എന്നുള്ള പാട്ട് പാടിയപ്പോൾ ശരിക്കും ദേവരാജ മാസ്റ്റർ വെച്ച് പറഞ്ഞത് ഇങ്ങനെ പാടിയ ഓമലാള് എണീക്കും ഉറങ്ങൂല എന്ന് പറയുന്നത് സോഫ്റ്റ് ആക്കി. ഈ പാട്ട് ചകോരി ചകോരി സൂക്ഷിച്ചില്ലെങ്കിൽ കോരി വരുന്ന ഇപ്പൊ പാട്ട് പാടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. രഞ്ജി ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം നമ്മുടെ ഭാവഗായകന് വേണ്ടി അഞ്ജലി അർപ്പിക്കാൻ ഒരു 4 വരി പാടണമെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ അവസാനം പാടിയ നമ്മുടെ സുനിൽ ഡോക്ടർ ഈ പാട്ടിന് ജയന്തൻ അവസാനം പാടുന്നതിന്റെ ഒരു അനുചരണം കൂടി ഉണ്ടല്ലോ, അത് മാത്രമേ ഞാൻ പാടുന്നുള്ളൂ. 4 വരി. ഓക്കെ, കേൾക്കാമല്ലോ? കേൾക്കാം. വേദന തൻ ഓടക്കുഴലായി പാടി പാടി ഞാൻ നടന്നു. വേദന തൻ ഓടക്കുഴലായി പാടി പാടി ഞാൻ നടന്നു. മൂടുപടം മാറ്റി വരൂ നീ രാജകുമാരി കുമാരി കുമാരി. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി ചകോരി ചകോരി. താങ്ക് യു. എന്തായാലും ശരിയാണ്. അതിനൊരു അനുചരണം ഉണ്ട് അതില്. അനുചരണം ഓക്കെ, അതാണ് അദ്ദേഹം പാടിയത്. എന്തായാലും മുങ്ങിത്തപ്പി എടുത്തിൽ സന്തോഷം. അബ്ദുൽ ഗഫൂർ സാർ ഒരു പാട്ട് കൂടി പാടുന്നുണ്ടോ? ആരാ? അബ്ദുൽ ഗഫൂർ സാർ ഒരു പാട്ട് കൂടി പാടുന്നുണ്ടോ? പാടാല്ലേ, സമയം ഉണ്ടെങ്കിൽ പാടാം, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടി. പിന്നെ സമയമുണ്ടോ? ഒരു മിനിറ്റ്. പിന്നെ ആരെങ്കിലും പാടാണ്ട് ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യും. പാടാൻ കാരണം സാറിന്റെ ആവാനായുള്ള അസ്ത്രങ്ങൾ ആവശ്യം പോലെ ഉണ്ട്. ആയിരക്കണക്കിന് പാട്ടുകളുണ്ട്. ഹ്യൂബർട്ട് ഡോക്ടർ നമ്മുടെ അതെ ഹ്യൂബർട്ട് ഡോക്ടറെ അത് കഴിഞ്ഞ് ഗഫൂർ സാറിലേക്ക് വന്നിട്ട് അതിന്റെ ചെയ്യാം. ഹ്യൂബർട്ട് ഡോക്ടർ കൈവക്കി, അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞു. പാടാമല്ലോ. ശരബിന്ദു മലർദീപനാളം കേട്ടു സുരഭിലയാമങ്ങൾ ശ്രുതി നീട്ടി. ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ
മധുരമായി പാടി വിളിക്കുന്നു. ആ വിളിക്കുന്നു ശരദിന്ദു മലർദീപ നാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി അറിയാത്തൊരിടയന്റെ വേണുഗാനം അകലെ നിന്നെത്തുന്ന വേണുഗാനം ഹൃദയത്തിലൊന്നായിരുന്നു ഹൃദയ വസന്ത മലർത്തിരികൾ കുരവയും പാട്ടുമായി ഡോക്ടർ നെറ്റ് പോയെന്നാണ് തോന്നുന്നത്. നെറ്റ് പോയിട്ടുണ്ട്. അതെ, നമുക്ക് ഗഫൂർ സാറിലേക്ക് പോയിട്ട് പരിപാടി അവസാനിപ്പിക്കാം. നമുക്ക് സമയം ഓക്കെ സാറേ, അപ്പൊ ശരി. അപ്പൊ നമുക്ക് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് അവസാനമായിട്ട് പാടാം. യൂസഫ് അലി കേച്ചേരി രചിച്ച് ബാബുരാജ് സംഗീതം നൽകിയ ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിൽ ജയതനം. അവർക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം, അതായത് നേരത്തെ പറഞ്ഞതുപോലെ വന്ന വഴി മറക്കാൻ പാടില്ല. ഈ രചനയും സംഗീതവും അവരിലൂടെയാണ് ജയചന്ദ്രനായാലും യേശുദാസ് ആയാലും പാടുന്നത്. അപ്പോ ആ ഒരു ഗാനം, അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ, അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ, മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിയിച്ച മലരാണോ, മഴവില്ലിനാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവില്ലിനാട്ടിലെ കന്യകൾ ചൂടുന്ന മരതക മാണിക്യ മണിയാണോ, അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ. പൂമണിമാരന്റെ മാനസ ക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ, പൂമണിമാരന്റെ മാനസ ക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ, കനിപോലും ഈശ്വരൻ അഴകിന്റെ പാലാഴി, കനിപോലും ഈശ്വരൻ അഴകിന്റെ പാലാഴി കടഞ്ഞെടുത്ത അമൃതാണോ, അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ. വളരെ നന്നായിട്ടുണ്ട്. 15,000 പാട്ടിൽ സാറ് കടഞ്ഞെടുത്ത പാട്ട് വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി. ഡോക്ടർ ഷൈലെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി പറയാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ മനോഹരമായ സന്ധ്യയിൽ ഈ മനോഹരമായ പ്രോഗ്രാമിന് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. വളരെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 1-2 പ്രാവശ്യം ഇത് പറഞ്ഞിരുന്നു. ഒത്തിരി നല്ല പാട്ടുകൾ എല്ലാവർക്കും കേൾക്കാം. ആരോഗ്യത്തിനും നമ്മുടെ മാനസികമായ ഉല്ലാസത്തിനും ഒക്കെ വളരെ നല്ലതാണ് പാട്ടുകൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ വളരെ സന്തോഷമുള്ള കുറച്ച് സമയങ്ങളാണ് കഴിഞ്ഞു പോയത്.
അങ്ങനെ എന്തായാലും നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എത്തിയത് ശ്രീ ആലപ്പി ഋഷികേശ് സാറാണ്. അദ്ദേഹത്തിനൊക്കെ വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു 1600 നാടകങ്ങളിലായി 2300-ലേറെ പാട്ടുകളാണ് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്രത്തോളം തിരക്കുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ആ തിരക്കിനിടയിലും നമ്മളോടൊപ്പം വരികയും ഈ ഒരു പരിപാടിയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അതിനുവേണ്ടി നമ്മളോടൊപ്പം ഒത്തുചേർന്ന ആലപ്പി ഋഷികേശ് സാറിനെ IFPHന്റെ പേരിലും എൻ്റെ പേരിലും ഉള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമുക്ക് ഇന്ന് പാട്ടുകൾ പാടിത്തരാനായി എത്തിയ നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ ഒരു സെക്കൻഡ് എന്നെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, നിങ്ങളുടെ ഇതുപോലുള്ള പ്രോത്സാഹനങ്ങൾ കൊണ്ട് എനിക്ക് 2 സിനിമയിൽ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ടായി. ഒന്ന് വെള്ളിമേഘം എന്ന് പറയുന്ന ഒരു തമിഴ് ചിത്രം, അതിപ്പോ കഴിഞ്ഞ 2 മാസം മുമ്പ് എറണാകുളത്ത് റിലീസ് ചെയ്തു. പിന്നെ ജൂനിയേഴ്സ് ജേണി എന്ന് പറയുന്ന ഒരു മലയാള ചിത്രം. അപ്പൊ അതെല്ലാം നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ്. നന്ദിയുണ്ട്. സന്തോഷം അത് കേട്ടതിൽ. ഇപ്പൊ സാറ് അതുപോലെ തന്നെ നമുക്ക് ഒന്ന് 2 ഗാനങ്ങൾ പാടിത്തന്നു. സാറാണ് കരയൊക്കെ ഗാനമേള ഉപജ്ഞാതാവ് തന്നെ. ഉപജ്ഞാതാവെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, ഉപജ്ഞാതാവാണ്. അങ്ങനെയുള്ള സാറ് നമുക്ക് അഭിമാനിക്കാം. ഹോമിയോപ്പതി അംഗമാണല്ലോ എന്ന് ഓർക്കും. എന്തായാലും സാറും നമ്മളോടൊപ്പം വന്നു ചേർന്നു. 2 നല്ല പാട്ടുകൾ പാടി. വളരെ സന്തോഷം. സാറിനും IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അടുത്തതായി മിസ്സിസ് ദേവിക സുരേഷ്. ദേവിക സുരേഷും നല്ലൊരു പാട്ടാണ്, തമിഴ് പാട്ട്. ഒത്തിരിയും തമിഴ് ഗാനങ്ങൾ P ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്. എങ്കിലും അതിലൊന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനായി ദേവിക സുരേഷും എത്തി. അതിന് IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തത് ആതിര ബ്രഹ്മാനന്ദനാണ്. ബ്രഹ്മാനന്ദൻ സാറും ഇതുപോലെ വളരെ നല്ല പാട്ടുകളാണ്. കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളെങ്കിലും 100ഓളം ഗാനങ്ങൾ അദ്ദേഹം മലയാള ചലച്ചിത്രത്തിന് വേണ്ടി പാടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി മകൾ വന്ന് നല്ലൊരു പാട്ട് നമുക്ക് പാടിത്തന്നു. ശ്രീമതി ആതിര ബ്രഹ്മാനന്ദനും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ഹോമിയോപ്പതി അംഗങ്ങളായിട്ടുള്ള ഡോക്ടർ സുനിൽ കുമാർ ഡോക്ടർ എല്ലാ നമ്മുടെ ഫംഗ്ഷനും പാട്ടുകൾ പാടാറുണ്ട്. വളരെ നല്ല പാട്ടുകളാണ് ഡോക്ടർ പാടിയത്. ഞങ്ങൾ ആറ്റിങ്ങലൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെയാണ് പാടി തുടങ്ങിയത്. ഇപ്പോൾ ഒരുപാട് നന്നായിട്ടുണ്ട് ഡോക്ടറുടെ പാട്ട്. എന്തായാലും സുനിൽ കുമാർ ഡോക്ടർക്കും IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വിജയകുമാർ ഡോക്ടർ പണ്ടേ വളരെ നല്ല ഒരു പാട്ടുകാരനാണ്. എന്തായാലും ഇപ്പോഴും ആ പാട്ടുകളൊക്കെ തുടരുകയും നമുക്ക് വേണ്ടി പാടാനെത്തുകയും ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തി ഇന്നും നമുക്ക് വേണ്ടി പാടിയ വിജയകുമാർ ഡോക്ടർക്കും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് പ്രാർത്ഥന ഗാനം ആലപിച്ചു തന്ന കുമാരി ദേവബാല നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും പ്രയർ സോങ് പാടാനായി എത്തുന്നുണ്ട്. കുമാരി ദേവബാലയ്ക്കും IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ വിശേഷാൽ പ്രോഗ്രാം എല്ലാം ദിവസങ്ങൾ മറക്കാതെ ഇതുപോലെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന നമ്മുടെ മോഡറേറ്റർ ഡോക്ടർ മനോജ്, അദ്ദേഹത്തിനും IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ പരിപാടികളെല്ലാം ഗംഭീരമാകുന്നത് ആളുകളുടെ സാന്നിധ്യം കൊണ്ടാണ്. ഒത്തിരി പേര് ഒരു 50-ന് മേളിലെ ആൾക്കാർ 10-60 പേരിന്ന് സൂമിൽ കയറി. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇനി വീണ്ടും യൂട്യൂബ് വഴി ധാരാളം ആൾക്കാർ ഇനിയും കാണുന്നുണ്ട്. ഇപ്പൊ കണ്ടവർക്കും ഇനി യൂട്യൂബ് വഴി ഒരുപാട് പേര് കാണാനിരിക്കുന്നു. അവർക്ക് എല്ലാവർക്കും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഓരോ ഡോക്ടേഴ്സിനും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതോടുകൂടി ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ രാത്രി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശുഭനിദ്ര നേരുന്നു. ശുഭരാത്രി നേരുന്നു. നന്ദി.